ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ വരെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബർത്ത്ഡേ കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. സോ അതിനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ സാധനങ്ങളെല്ലാം പൊടി തട്ടി വൃത്തിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കഴിയാറായിരുന്നു നമ്മൾ കേക്കിൻ്റെ സ്റ്റോപ്പ് ചെയ്തിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ മേളിലേക്ക് കൊണ്ടുവച്ചാണ്. അതാണ് എല്ലാം പൊടിയാക്കി ഈ തുരുമ്പിച്ച പോലെയൊക്കെ ആയിരുന്നു. നമ്മൾ കേക്ക് സ്റ്റാൻഡില്ലേ, നമ്മുടെ കേക്ക് സ്റ്റാൻഡൊക്കെ വരെ ഒരുമാതിരി ഇരുതേച്ചു. അപ്പോൾ അത് പെയിൻ്റ് അടിച്ച് നമ്മളിപ്പോൾ സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ കേക്കിൻ്റെ ബിസിനസ് തുടങ്ങിയത് 2020-ലാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കിയത് തന്നെ. അതും അതിന് മിക്കവരും 2020 കേക്കിൻ്റെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ബിസിനസ്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കേക്കാണ് അന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യുന്നതും എൻ്റെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1.5 year ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു ടച്ച് വിട്ടുപോയോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അമ്മയാണ് കേക്കിൻ്റെ സ്പോഞ്ചൊക്കെ അമ്മയാണ് ഉണ്ടാക്കാറ് സ്ഥിരം. അതിങ്ങനെ തന്നെ ആയിരിക്കും. ബാക്കി ക്രീമും ഡെക്കറേഷനും എല്ലാം ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചേട്ടനും ഉണ്ടായിരുന്നു. ചേട്ടനും അമ്മയും ഞാനും കൂടി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എന്താവുമെന്ന്. സോ എൻ്റെ ബർത്ത്ഡേക്കിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, കേക്കിൻ്റെത് ഞാനൊരു പിൻട്രസ്റ്റ് ടൈപ്പ് ആണ്. എന്നാലും എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. സോ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അച്ഛന് ചോക്ലേറ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ വാനില സ്പോഞ്ചാണ് വെച്ചത്. അപ്പോൾ വാനില സ്പോഞ്ചും ചോക്ലേറ്റ് കേക്കും അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. വീഡിയോ കോളിൽ നമ്മളിവിടെ ആരെടുപ്പുണ്ട്. ഞാനിത് ചെയ്തൊക്കെ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ കോളിലിരിക്കണേ കേട്ടോ. ഞാൻ മ്യൂട്ട് ചെയ്യും. ഞാൻ പറയണേ കേൾക്കണ്ടേ? ഞാൻ നല്ല ഇവിടെ വെക്കും. സോറി ബോയ്. സോ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ കേക്കിൻ്റെ ബേസൊക്കെ അമ്മയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബേസ് മീൻസ് സ്പോഞ്ചൊക്കെ അമ്മയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലൊന്നും പണിയാറില്ല. കാരണം അതിൻ്റെയൊക്കെ അളവ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ. നമുക്ക് ചേട്ടനും അറിയാം കേട്ടോ. ചേട്ടൻ നല്ലോണം കേക്ക് ഉണ്ടാക്കും. ചേട്ടന് ക്രീമിൻ്റെ അതൊന്നും അറിഞ്ഞൂടാ, ക്രീമും ഡെക്കറേഷനൊന്നും അറിഞ്ഞൂടാണ്ട് എങ്ങനെയാണ് വേണ്ടി വിളിക്കാറ് സ്ഥിരം. സോ ഇതാണ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയ കേക്ക്. ക്രീമൊക്കെ ഇട്ട് കുട്ടാപ്പനാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് തേഴ്സ്ഡേ ആണ്. എൻ്റെ ബർത്ത്ഡേ വരുന്ന സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കി വെക്കാണ് കേക്ക്. കാരണം നാളെ മറ്റന്നാളൊക്കെ ബിസി ആയിരിക്കും. നാളെ നമ്മൾ ഫ്രൈഡേ ആണ്, നാളെ ഫുൾ ബിസിയാണ്. പിന്നെ സാറ്റർഡേ നമുക്കിരുന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, വേറെ കുറേ പണിയുണ്ട്. പിന്നെ കസിൻസൊക്കെ വരും. നമുക്ക് അതിൽ ഫുൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. സോ കേക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കി വെച്ച് ഞാൻ നല്ലോണം പാക്ക് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോവാണ്. സോ നമുക്ക് തുടങ്ങാം. സോ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനാണ്. എന്താണെന്ന് വെച്ചാൽ, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് തണുത്ത് കിട്ടാൻ ടൈം എടുക്കും. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സും കൂടാതെ ക്രീമിലിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്ത് തണുപ്പിക്കാൻ വെക്കാം. സോ ഞാൻ ഇങ്ങനത്തെ ഒരു ബൗളാണ് ഇട്ട് എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വ്ളോഗ് എടുക്കണേ ഇപ്പം സ്റ്റാർട്ട് ചെയ്യും. അപ്പം ട്രെയിൻ വരും. ഇവിടെ നിൽക്കുന്നുണ്ട്. ലൂസായിട്ട് എനിക്ക് ചോക്ലേറ്റ് ഇപ്പോൾ നേരത്തെ ലൂസായിട്ട് എനിക്ക് കിട്ടി. അത് ഞാൻ ഈ ചോക്ലേറ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാണ്. ഇച്ചിരി ചൂടുണ്ട് ഇതിൽ. അതൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി അതൊക്കെ മാറ്റി വെക്കണേന്ന്. അമ്മയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണേ. ഓക്കെ ആയ എന്തെങ്കിലും പ്രശ്നമുണ്ടാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കണേ. നമുക്കടെ പേടി എല്ലാം കൊളാക്കുമെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടി ഷോർട്സൊക്കെ പൊടിച്ച് വെച്ചിട്ടാണ്. ഇതിൻ്റെയൊക്കെ പൊടിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചാൽ ഫസ്റ്റ് ലെയറൊക്കെ വെക്കുന്നതും അതിൽ ഫുള്ളിങ്ങൊക്കെ വെക്കുന്നതൊക്കെ ഞാൻ എടുത്ത് വെച്ചാൽ കേട്ടോ. പക്ഷേ ആ വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഫോണിൽ ഓൾറെഡി റെക്കോർഡിങ് ആയിരുന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഒന്നുമില്ല, ആ വീഡിയോസ് ഒന്നും കാണാനില്ലായിരുന്നു. ഞാൻ അടുത്ത ലെയർ വെക്കാൻ പോണേനെ. അതിനോട് കുറേ പേര് ഇങ്ങനെ പണ്ടേ റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു, എന്താണ് ഞങ്ങൾക്ക് ഉള്ളിൽ വാനില സ്പോഞ്ച് മതി,
പുറത്ത് ചോക്ലേറ്റ് മതി. അങ്ങനെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അത് എനിക്ക് ഈ ചോക്ലേറ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് മിക്കവരും ഇങ്ങനെ പറയുന്നത്. ഇതിപ്പോൾ എനിക്കാണെങ്കിൽ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടം. എൻ്റെ സ്പാച്ചിലില്ലാത്തതിൻ്റെ നല്ല വിഷമമുണ്ട് എനിക്ക്. ഞാൻ ആദ്യം പൈപ്പിംഗ് ബാഗിലാണ് എടുത്തിട്ട് പിന്നെ വേണ്ട സമയം പോകണം വെറുതെ എത്ര നേരം നിറയെ തുടങ്ങിയിട്ട് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ എടുത്തിട്ടാണ് വിചാരിച്ചു. സോ നമ്മുടെ ഫൈനൽ ലെയറാണ് വെക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലെയർ. ഏകദേശം ഇങ്ങനെ ഇത്ര ഉണ്ടാവട്ടെ എൻ്റെ കേക്ക്. ഈ ഫ്രോസ്റ്റിംഗ് കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആവും. ചോദിക്കും കണ്ടോട്ടെ അതേപോലെ ചോദിക്കും. ഏകദേശം കോട്ടിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ എത്ര എങ്ങനെയും ചെയ്തെന്നുള്ളൂ. കാരണം നമ്മൾ ചോക്ലേറ്റ് ഒഴിക്കും. പിന്നെ ഇവിടേക്ക് എത്ര കേട്ടോ ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ബാക്കി ചോക്ലേറ്റ് അതൊക്കെ ഉള്ളൂ. നമുക്കത് ചെയ്യാം. അതും ശരി പണിയാണ്. ചോദിക്ക് എവിടുത്തെ സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യം. കഴിഞ്ഞില്ലേ ചെറി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയതാണ്. ഞാൻ ലാസ്റ്റ് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ട് അവരെയും കൊണ്ടുവന്നു. പക്ഷെ കൊണ്ടുവന്ന് അന്നയിലാണെങ്കിൽ 3-5 കേടുമായിരുന്നു. പിന്നെ അപ്പോൾ ദേ ട്രൈ പിന്നെയും വന്നു. എനിക്കെപ്പോഴും നല്ല പാർട്ട് എടുക്കുമ്പോൾ വീഡിയോ ലോസ്റ്റ് ആവലാണ്. ഞാൻ ഇതും നല്ല രീതിയിൽ ഭംഗിയിൽ എടുത്ത് വെച്ചിട്ട് ചോക്ലേറ്റൊക്കെ ഒഴിച്ച് കോട്ട് ചെയ്യണം. ഇതിൻ്റെയും വീഡിയോ എനിക്ക് നേരത്തെ പോലെ ലോസ്റ്റായി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ ആയിട്ടുണ്ട്. ഫുള്ളും ചോക്ലേറ്റ് മോസസ് ആണ് കേട്ടോ. കുറച്ച് ഡെക്കറേഷൻസ് ഉണ്ട് ചെറിയ വെച്ചിട്ടൊക്കെ ഉള്ളത്. അത് ചെയ്യാം. സിമ്പിളായിട്ടുള്ളതാണ്. ഓക്കെ ഏകദേശം ചെറിയൊക്കെ വെച്ചു. കണ്ടു 6 മണി 7 മണി വരെ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷായി നമ്മൾ ചെയ്ത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കേക്ക്. ഗൈസ് ഇതാണ് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കേക്ക്. കണ്ടോ വൈരലി ഇതും കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ ലുക്ക് ഇതാണ്. യെസ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കേക്കായി. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. സാധനം ഇപ്പോൾ തന്നെ 1 കിലോ ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. ഡാർക്ക് തീമായിരുന്നു. അപ്പോൾ ഇത് അതിന് ചേരും. സോ ഇനി ഇത് പാക്ക് ചെയ്ത് നല്ലോണം, കാരണം സാറ്റർഡേ ആണല്ലോ പരിപാടി. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം പാക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോ മീൻസ് ഇനിയിപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ